നിങ്ങളുടെ ലൈഫിൽ സീസൺ ചേഞ്ച് ആണ്. കണ്ണുനീരിൻ്റെ അവസ്ഥകൾ മാറി ബരാക്കിയുടെ അവസ്ഥകളെ തുറന്നു വിടുന്ന ഒരു സീസൺ ചേഞ്ച്. സിറ്റുവേഷൻ ചേഞ്ച് ആകുകയാണ്, സാഹചര്യങ്ങൾ മാറുകയാണ്, സീസണുകൾ മാറുകയാണ്, മെഗാ ചേഞ്ച് സംഭവിക്കുകയാണ്. ഈ ശാമകാലത്ത് വിളിച്ചാലും നിന്നെ 100 രൂപയെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തി സീസൺ ചേഞ്ച്. God is about to do something. Hallelujah. കർത്താവിനെ അയച്ചത് ഈ ഒരു ശബ്ദം കേൾപ്പിച്ചിട്ടാണ്. A season of change and shift. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓൺലൈനിൽ കൂടെ കാണുന്നവരെ, ദൈവസഭയോടുള്ള ബന്ധത്തിലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ വലിയ ഒരു ഷിഫ്റ്റും ചേഞ്ചും വരുന്നു. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭാമക്കളോട് എഴുതുമ്പോൾ പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞങ്ങൾ പ്രസംഗിച്ച ദൈവശബ്ദം നിങ്ങൾ കേട്ടു. ഇവിടെ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞതുപോലെ സ്തോത്രം, വചനത്തിന് ഭയങ്കര പവർ. ആ കരം ഉയർത്തി പറയാം, ദൈവവചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് റെഡി ആയിരിക്കണമേ. ദൈവവചനം, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ, ഈ വചനം വരുമ്പോൾ ദൈവത്തിൻ്റെ കരമാണ് എന്ന് പറയാം. ദൈവത്തിൻ്റെ കരമാണ്, ദൈവത്തിൻ്റെ അത്ഭുത കരമാണ് വരുന്നത്. ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയും വിടുതലുമാണ്. ഇറ്റ്സ് എ മിറക്കിൾ ഹാൻഡ് ഓഫ് ഗോഡ്. മക്കളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അത്ഭുത കരമാണ്. ഈ വചനം വരുമ്പോൾ ആരെങ്കിലും അതൊന്ന് സ്വീകരിച്ചാൽ അവിടെ ഒരു മിറക്കിൾ നടക്കുകയാണ്, അവിടെ വലിയൊരു ദൈവ പ്രവൃത്തി നടക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ശുശ്രൂഷകളുടെ എവിടെയെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇൻവൈഡ് ചെയ്യും. ആമേൻ. അഭിഷേകത്തിൻ്റെ പകർച്ചകൾ ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവം എന്നെ അയച്ചത് ചില ശുശ്രൂഷകരെ പുറത്തെടുക്കുവാനാണ്. ഈ ദൈവസഭയോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുവാൻ, ഇതിൻ്റെ അതിർവരമ്പുകളെ വിശാലമാക്കുവാൻ ദൈവത്തിൻ്റെ കണ്ണുകൾ, ഹല്ലേലൂയ, ചില ശുശ്രൂഷകരെ, ചില ശുശ്രൂഷിമാരെ, ചില കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ചില സ്തോത്രം ജീവിതങ്ങളെ തേടുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം നിയോഗങ്ങൾ കൈമാറപ്പെടും. ഹല്ലേലൂയ. ഒന്ന് പറയാം, നിയോഗങ്ങൾ, മാൻഡേറ്റുകൾ, ദൈവത്തിൻ്റെ മാൻഡേറ്റുകൾ, ദൈവത്തിൻ്റെ അസൈൻമെൻറ്റുകൾ, ദൈവത്തിൻ്റെ മാൻറ്റലുകൾ കൈമാറുന്ന അഭിഷേകത്തിൻ്റെ പകർച്ചകൾ നടക്കുന്ന ഒരു സ്തോത്രം ദിവസമായി തീരും. ഏലിയാവിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ഒരു ആത്മാവുണ്ട്. We call it the spirit of Elijah. ഏലിയാവിൻ്റെ ആത്മാവ്. അന്ത്യനാളുകളിൽ ഏലിയാവിൻ്റെ ആത്മാവ് പ്രബലപ്പെട്ട് അത് ശക്തിപ്പെട്ട് ദൈവത്തിൻ്റെ സ്തോത്രം പരിശുദ്ധാത്മാവ് ഏലിയാവിൻ്റെ മേൽ വെളിപ്പെട്ട് വ്യാപരിച്ചതുപോലെ അന്ത്യകാല ദൈവപ്രവൃത്തികളിൽ കർത്താവിൻ്റെ 2ാമത്തെ വരവിന് മുമ്പേ ഹല്ലേലൂയ the spirit of Elijah. ഞാൻ വിശ്വസിക്കുകയാണ്, ഏലിയാവിൻ്റെ ആത്മാവ്, ഏലിയാവിൻ്റെ മകൾ വെളിപ്പെട്ട, അത് ഇരട്ടി പങ്കായി എലീശയുടെ മേൽ വെളിപ്പെട്ട്, അത് യോഹന്നാൻ സ്നാപകന്റെ മേൽ വെളിപ്പെട്ടത്, അത് യേശുവിൻ്റെ മേൽ വെളിപ്പെട്ട, അത് അപ്പോസ്തലന്മാരുടെ മേൽ വെളിപ്പെട്ട. ഹല്ലേലൂയ. The spirit of Elijah. ഹല്ലേലൂയ. ദൈവം ചിലരുടെ പേരുകളെ മാറ്റും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പേരുകളെ മാറ്റും. ഹല്ലേലൂയ. സാഹചര്യങ്ങളെയും അവസ്ഥകളെയും മാറ്റും. ആമേൻ. സർക്കംസ്റ്റൻസുകളെ, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റും, നമ്മുടെ സീസണുകളെ മാറ്റും. ഒന്ന് പറയാം, ഹല്ലേലൂയ. ഏപ്രിൽ മാസമാണല്ലോ, ഇതൊരു പുതിയ മാസമാണ്. അതുകൊണ്ട് വലിയ ഷിഫ്റ്റും ചേഞ്ചിൻ്റെയും ഒരു കാഹളം ഞാൻ കേൾക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി പോയി, എവിടെയെങ്കിലുമൊക്കെ വഴിമുട്ടി നിൽക്കുകയാണ്, എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ അങ്ങ് ഒരു ക്രോസ് റോഡ്സിൽ വന്ന് നിൽക്കുകയാണെന്നൊക്കെ തോന്നിയാൽ, ഹല്ലേലൂയ, ഒരു ചേഞ്ച്, ഹല്ലേലൂയ, വിളിച്ചു പറയാൻ, ഒരു സീസണിൻ്റെ മാറ്റമാണെന്ന് വിളിച്ചു പറയാനാണ് ഇന്ന് പകൽക്കാലം ദൈവം എന്നെ ദൈവത്തിൻ്റെ വായായി അയച്ചിരിക്കുന്നത്. അത് സംഭവിക്കും നിശ്ചയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഇതിൻ്റെ മധ്യത്തിൽ ചിലരെ ദൈവത്തിൻ്റെ കണ്ണുകൾ തിരയുകയാണ്. ഹല്ലേലൂയ. ഒരു ഏലിയാവിൻ്റെ ആത്മാവിനെ, ഒരു ഏലിയാവിൻ്റെ കൈക്കീഴിൽ ശുശ്രൂഷ അടുത്ത ഒരു എലീശ എഴുന്നേറ്റതുപോലെ, അടുത്തൊരു തലമുറ എഴുന്നേറ്റതുപോലെ, അടുത്ത ചില ഹല്ലേലൂയ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ തീ പിടിച്ചതുപോലെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒന്ന് ഏൽപ്പിച്ച ദാഹത്തോട് കൊതിയോട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ മാൻറ്റലുകൾ വീഴും, അഭിഷേകം വീഴും. നിങ്ങളുടെ ഹല്ലേലൂയ കർത്തദാസനെ ദൈവം ഉപയോഗിച്ച് ശക്തമായി ദൈവത്തിൻ്റെ ഒരു വായായി, ഒരു പ്രവചന ശബ്ദമായി, ഹല്ലേലൂയ, കേരളക്കര തിരിച്ചറിയുന്നത് പോലെ, ഭാരതം തിരിച്ചറിയുന്ന പോലെ, ഹല്ലേലൂയ, തന്നോട് കൂടെ നിൽക്കുന്ന ചില മല്ലന്മാരെയും ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവം ദാവീദിനെ എഴുന്നേൽപ്പിച്ചു, പോരാ. ഹല്ലേലൂയ. ദാവീദിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ചില മല്ലന്മാരെയും ദൈവം എഴുന്നേൽപ്പിക്കും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, പ്രത്യേകിച്ച് യൗവനക്കാരുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഗെറ്റ് റെഡി. ഒന്ന് പറയാം, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. ഹല്ലേലൂയ. നിങ്ങളൊന്ന് റെഡി ആകണമേ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളൊന്ന് ഒരുങ്ങിയിരുന്നാൽ നിങ്ങളുടെ മേൽ ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ പുതപ്പ് വീഴും. വായിക്കാം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യെസ്.
ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. നിങ്ങളത് കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല. അത് ഒരു മനുഷ്യന്റെ വചനമായി, ഒരു അപ്പോസ്തലന്റെ വചനമായി, ഒരു പ്രവാചകന്റെ വചനമായിട്ടല്ല നിങ്ങളത് സ്വീകരിച്ചത്. സാക്ഷാൽ ആകുന്നത് പോലെ, അത് സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ നിങ്ങൾ അതിനെ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ കരം ഉയർത്തി ഒന്ന് പറയാം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് നന്ദി പറയുകയാണ് തെസ്സലോനിക്ക സഭാമക്കൾക്കായി. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ വചനമായി, ഒരു പാസ്റ്ററിന്റെ വചനമായി, ഒരു അപ്പോസ്തലന്റെ വചനമായിട്ടല്ല നിങ്ങൾ ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടത്. ഹല്ലേലൂയ. പക്ഷെ എങ്ങനെയാ കൈക്കൊണ്ടത്? അതായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനം ആയി. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ നിന്ന് അള്ളപ്പെടുന്ന ഈ ഓൾട്ടറിൽ നിന്ന് 21 ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നമ്മെ ഒരുമിച്ച് ഈ ദൈവസഭയെ കൂട്ടിയിരിക്കുന്നു. ഓൺലൈനിൽ കൂടെ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഈ സഭാ കുടുംബത്തിന്റെ ഭാഗമായി ഇതിനോട് പാർട്ട്ണർ ചെയ്ത് നിങ്ങളുടെ മേലും ഇവിടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും അഭിഷേകവും അഭിവൃദ്ധിയും ഒക്കെ നിങ്ങളിലേക്കും ഒഴുകിയെത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എവിടെ ആത്മാവിനെ ഐക്യത വെളിപ്പെടുന്നു, എവിടെ ഹൃദയത്തിന്റെ ഒരുമ വെളിപ്പെടുന്നു, അവിടെ വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടാകും. ഇവിടെ വെളിപ്പെട്ട ഹല്ലേലൂയ അല്പസമയത്തിൽ ഹല്ലേലൂയ ഞാൻ വിശ്വസിക്കുകയാണ് ദൈവ സാന്നിധ്യത്തിന്റെ ഒരു വലിയ തലം വെളിപ്പെടും. ഒരു മേഘം. എത്ര പേര് അങ്ങനെയൊക്കെ ഒന്ന് ആഗ്രഹിക്കുന്ന കർത്താവ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യരുടെ പ്രവൃത്തികൾക്ക് അപ്പുറമായ, അഭിഷേകത്തിന്റെ അപ്പുറമായ ഒരു മഹത്വം വെളിപ്പെടണം. ഹല്ലേലൂയ. അന്ത്യകാല ദൈവസഭയുടെ പ്രവൃത്തി ഒരു പ്രത്യേകതയാണ്. It's the dimension of God's glory. 3 തലങ്ങളാണ് ഹല്ലേലൂയ ശുശ്രൂഷകളിലുള്ള. ഒന്ന് വിശ്വാസത്തിന്റെ the realm of faith. വിശ്വാസത്തിന്റെ ഒരു തലത്തിൽ നിന്ന് നമുക്ക് ശുശ്രൂഷിക്കാം. ഹല്ലേലൂയ. ദൈവസഭകൾ ശുശ്രൂഷിക്കും. ദൈവദാസന്മാർ, വ്യത്യസ്തമായ ദൈവദാസന്മാർ ആ തലത്തിൽ the ministry of faith. ഹല്ലേലൂയ. the level of faith. വിശ്വാസത്തിന്റെ ഒരു തലം. അടുത്തൊരു തലമാണ് ഹല്ലേലൂയ അഭിഷേകത്തിന്. എന്ന് പറയാം അഭിഷേകത്തിന്റെ തലം. ഹല്ലേലൂയ. ഇവിടെയുള്ള യൗവനക്കാർ, ശുശ്രൂഷ കൊതിക്കുന്നവർ, ഹല്ലേലൂയ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ ഒന്ന് വിളിക്കുമോ ഹല്ലേലൂയ എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹമനുസരിച്ച്, ദാഹമനുസരിച്ച് നിങ്ങൾ ദൈവത്തോട് സ്തോത്രം. ഹന്ന കർത്താവിന്റെ സന്നിധിയിൽ അവളുടെ ഹൃദയത്തെ പകർന്നു. ഇന്ന് അങ്ങനെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ഇന്ന് മാത്രമല്ല ഇവിടെ നടക്കുന്ന ഈ സ്വർഗീയ വേദിയിൽ അങ്ങനെ ഹൃദയത്തെ ഒന്ന് പകരുവാൻ ഹല്ലേലൂയ ചില ഹല്ലേലൂയ ദൈവ പ്രവർത്തികൾക്ക് വേണ്ടി ഒരു കുഞ്ഞ് വേണമെന്നാണ് ഹന്നയുടെ പ്രാർത്ഥന, ഹന്നയുടെ ആഗ്രഹം. കർത്താവേ, വർഷങ്ങളായല്ലോ എനിക്കൊരു കുഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. ഭർത്താവ് പറയുന്നു, എൽക്കാന പറയുന്നു ഹല്ലേലൂയ, ഹന്ന നീ വിഷമിക്കാതെ, ഞാൻ നിനക്കുണ്ടല്ലോ. ഹല്ലേലൂയ. നീ വിഷമിക്കാതെ, 10 കുഞ്ഞുങ്ങൾക്ക് പകരമായി ഞാൻ നിനക്കുണ്ടല്ലോ. ആ സ്നേഹം തരുന്നല്ലോ, അതുപോലെ നീ വിഷമിക്കാതെ. ഹന്ന തൃപ്തരായില്ല. ഹല്ലേലൂയ. അവളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, അവിടെ ഹൃദയം പകരുവാൻ തുടങ്ങി. ഹല്ലേലൂയ. എവിടൊക്കെയോ സ്വത്രം തൻ്റെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിനും ഒരാവശ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ. 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 പ്രവാചക ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ ദൂത് ഹല്ലേലൂയ ഇസ്രായേലിൽ അറിയിക്കുവാൻ ഹല്ലേലൂയ ഒരാളെ ദൈവം അന്വേഷിക്കുകയാണ്. ഇവിടെ ഹന്ന ഒരു കുഞ്ഞിനെ അന്വേഷിക്കുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുവാൻ, ദൈവത്തിന്റെ വായായി തീരുവാൻ ദൈവത്തിന്റെ ഒരു പ്രവാചകനെ അന്വേഷിച്ചു. അങ്ങനെ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗവും ഭൂമിയും കൂടെ കൂട്ടിമുട്ടി. എന്തോ ഹല്ലേലൂയ അസാധാരണമായ ഹല്ലേലൂയ ഒരു കൂട്ടിമുട്ടലിന്റെ പകൽക്കാലമായി ഇത് മാറട്ടെ. Let us be an encounter. ഹല്ലേലൂയ. എനിക്കൊന്നും അറിയാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വലിയ ഒരു ദൈവസാന്നിധ്യം വെളിപ്പെടുന്നു. മേഘം നമ്മുടെ മധ്യത്തിലേക്ക് വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ഇതൊരു ബേഥേലായി മാറുന്നു. ഇത് സ്വർഗം ഭൂമിയിലേക്ക് ചാഞ്ഞിറങ്ങുന്ന ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം. ഇവിടെ വെളിപ്പെടുന്ന ആരാധനയേക്കാൾ അപ്പുറമായി, വന്ന ശുശ്രൂഷകളെ അപ്പുറമായി there is a presence, there is a glory dimension. വിശ്വാസത്തിന്റെ ഒരു തലം, അഭിഷേകത്തിന്റെ ഒരു തലം. പക്ഷെ അതിന്റെ അടുത്തൊരു തലമുണ്ട്. ദൈവം തന്നെ തന്റെ സാന്നിധ്യം കൊണ്ട് തന്റെ ചിറകുകൾ വിരിച്ച് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന the dimension of God's glory. Hallelujah. അവിടെ മനുഷ്യർ നിശ്ചലമാണ്. Hallelujah. ദൈവം ടേക്ക് ഓവർ ചെയ്യുകയാണ്. ദൈവത്തിന്റെ മഹത്വം ഹല്ലേലൂയ കൂടാരത്തിൽ ഇറങ്ങിയതുപോലെ അത് മേഘമായി, പുകയായി, അത് തീയായി ഉണർവുകളിൽ വെളിപ്പെട്ടതുപോലെ എന്തോ ഒരു സീസൺ ചേഞ്ച്. ഹല്ലേലൂയ. ഈ ദൈവസഭയെ ഞാൻ കാണുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. വലിയ സാറ്റലൈറ്റ് ഡിഷസുകൾ കാണുന്നു. ഒത്തിരി സാറ്റലൈറ്റ് വലിയ TV ചാനലുകൾ, TV സ്റ്റേഷനിൽ ഉള്ളതുപോലെ ഒരു ദർശനം ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എലോഹിം ഗ്ലോബൽ സെന്റർ വർഷിപ്പിന്റെ ഹല്ലേലൂയ ഇവിടുത്തെ ശുശ്രൂഷകളെ ദൈവം ഇതിന്റെ വരമ്പുകളെ വിശാലമാക്കും. യിശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 54-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിന്റെ കൂടാരത്തെ നീ ഒന്ന് വിശാലമാക്കണം. ഹല്ലേലൂയ. ചെറുതായി ചിന്തിക്കരുത്. ഹല്ലേലൂയ. ദൈവം തന്റെ കൂടാരത്തിൽ അവന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുകയാണ്. The glory is taking over. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ.
Hallelujah. Hallelujah. വലിയ വിടുതലുകൾ നടക്കണം. ലബന ശബറബ. ഹേയ ലേറ്റ റിബവ ശബറ. മുഴകൾ അപ്രത്യക്ഷമാകും. Hallelujah. ട്യൂമറുകൾ അപ്രത്യക്ഷമാകും. ഓൺലൈനിലൂടെ കാണുന്ന പ്രിയപ്പെട്ടവരെ, ക്യാൻസറിന്റെ ട്യൂമറുകൾ അപ്രത്യക്ഷമാകും. മാറാ രോഗങ്ങൾ സൗഖ്യമാകും. The dimension of glory. ദൈവം ഈ ദൈവസഭയുടെ മേൽ ഒരു തീ ഇറങ്ങി നിൽക്കുന്ന പോലെ, ഒരു മഹത്വം ഇറങ്ങി നിൽക്കുന്ന പോലെ, പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നികുണ്ഡമായി, something glorious, something mighty. Hallelujah. ഈ സഭയിൽ ശുശ്രൂഷകളെ ദൈവം വർദ്ധിപ്പിക്കുകയാണ്. ദൈവം അതിനെ എല്ലാചരിക്കുകയാണ്. Hallelujah. ഇതിന്റെ റേഞ്ചിനെ ദൈവം വിശാലമാക്കുകയാണ്. ഇത് രാജ്യങ്ങളിലേക്ക് എത്തുകയാണ്. ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. Something mighty. ഇത് മനുഷ്യന്റെ പ്രവൃത്തിയായിട്ടല്ല, ഇത് ദൈവ മനുഷ്യനോട് കൂടെ. ഇതൊരു ബേഥേലായി മാറിയിരിക്കുകയാണ്. സ്വർഗം ചാഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യന്റെ പ്രസംഗങ്ങളെക്കാൾ അഭിഷേകത്തെക്കാൾ അപ്പുറമായി, ഹല്ലേലൂയ, there is the glory of God, there is the presence of God. ഹല്ലേലൂയ. മോശയാക്കി മാറ്റിയത്, ഏലിയാവിനെ ഏലിയാവാക്കി മാറ്റിയത്, അപ്പോസ്തലന്മാരാക്കിയത്, it was the presence of God. സാധാരണക്കാരെ അസാധാരണക്കാരാക്കിയത്, ഹല്ലേലൂയ, മീൻപിടുത്തക്കാരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കയ്യിൽ ശക്തമായ the presence. Somebody say the presence. The presence. മോശ പറയുക, എനിക്ക് അതിന്റെ മഹത്വം കാണണം. എത്ര പേര് അങ്ങനെ പറയും, കർത്താവേ ഞങ്ങൾ കുറെ കണ്ടു, മിസ്രൈമിന്റെ അടിമത്തത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത് നീ ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ഒരു ജാതിയും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടു. പോരെ കർത്താവേ, we want to see your glory. അക്കാരമാക്കിയത് വീക്ഷ പറയാം, ഇന്ന് അങ്ങയുടെ മഹത്വം കാണണം. അങ്ങയെ ഒന്ന് കണ്ടുമുട്ടണം. അങ്ങയുടെ ആ കരസ്പർശനം എനിക്കൊന്ന് അനുഭവിക്കണം. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞാനൊന്ന് ചുറ്റപ്പെടണം. Something is shifting this morning. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭാമക്കളെ അഭിനന്ദിച്ച് പറയുകയാണ്, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ഓരോരുത്തരോട് വിരലൂന്നി പറയുകയാണ്. സ്തോത്രം നിന്ന് ഈ ഓൾട്ടറിൽ നിന്ന് പറയപ്പെടുന്ന സ്തോത്രം ദൈവത്തിന്റെ വചനം, അതേത് അഭിഷക്തനാണെങ്കിലും, ഹല്ലേലൂയ, സ്തോത്രം, ഏത് ദൈവദാസനാണെങ്കിലും, ഏത് ശുശ്രൂഷകനാണെങ്കിലും, ഇത് ദൈവത്തിന്റെ വചനമാകിയാൽ വിശ്വസിക്കുന്നവര് ആ വചനം വീണ്ടും അത് മൊത്തം ഒന്ന് വായിക്കാം. യെസ്, നിങ്ങൾ മനുഷ്യരുടെ വചനമായിട്ടല്ല ദൈവം ആയിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനമായി നിങ്ങൾ അത് സ്വീകരിച്ചത് കൊണ്ട് വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് പറയാം, വിശ്വസിക്കുന്ന എന്നിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന എന്നിൽ അത് വ്യാപരിച്ചു. അക്കരമൊക്കെ ഒന്ന് ഉയർത്തി, ഒന്ന് വീശി, ഒന്ന് ഫ്രീ ആയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എന്നിൽ, എത്ര പേര് അങ്ങനെ പറയും? വിശ്വസിക്കുന്ന എന്നിൽ ഇന്ന് പകൽക്കാലം അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. 4ാമത്തെ ദിവസമായി 3 ദിവസങ്ങൾ ഇവിടെ വിളംബരം ചെയ്ത ദൈവത്തിന്റെ ദൂതുകൾ, ദൈവത്തിന്റെ വെളിപ്പാടുകൾ, ദൈവത്തിന്റെ വചനം, ഇവിടെ ദൈവദാസന്മാർ, ഹല്ലേലൂയ, ഇവിടുത്തെ ഹല്ലേലൂയ സീനിയർ പാസ്റ്റർ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഈ വചനമൊക്കെ ഈ ആത്മമണ്ഡലത്തിലുണ്ട്. ഹല്ലേലൂയ, ഈ അന്തരീക്ഷത്തിലുണ്ട്. അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് ആര് വിശ്വസിക്കുമോ അവരുടെ ഉള്ളിലാണ് അത് വ്യാപരിച്ചോ വെളിപ്പെടുവാൻ പോകുന്നത്. ഒരു മാനിഫെസ്റ്റേഷൻ വരുന്നത് എവിടെയാണ്? ആരെങ്കിലും ദൈവത്തിന്റെ വചനം വിശ്വസിക്കണം. ആരെങ്കിലും ഒരു അഭിഷക്തൻ സംസാരിച്ച വചനം വിശ്വസിക്കണം. യെഹോശഫാത്തിനോട് ദൈവത്തിന്റെ ദൂത് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. പ്രതിസന്ധിയിലാണ്. 4 രാജാക്കന്മാർ ചുറ്റും മൂടിയിരിക്കുകയാണ്. അസാധ്യമാണ്, പെട്ടുപോയി. ബാക്കിയുടെ കണ്ണുനീരിന്റെ താഴ്വരയായി സകലതും തീരുവാൻ പോകുകയാണ്. നിവൃത്തിയില്ല. യെഹോശഫാത്ത് പരാജയപ്പെടുമെന്ന് നിശ്ചയമാണ്. അതിന്റെ മധ്യത്തിൽ താൻ ഉപവസിക്കുകയാണ്. ജനത്തെ ഉപവാസത്തിലേക്ക് വിളിക്കുകയാണ്. നമ്മുടെ ആയുധങ്ങൾ കൊണ്ട്, നമ്മുടെ കൈബലം കൊണ്ടും ശക്തിബലം കൊണ്ടും നമുക്ക് നമ്മുടെ എതിരെ വരുന്ന ശത്രുക്കളെ ജയിക്കുവാൻ അസാധ്യമാണ്. അതുകൊണ്ടൊരു സ്വന്തം രാജാവ് ഒരു ഉപവാസം പ്രഖ്യാപിച്ച് സകലരെയും ദൈവസന്നിധിയിലേക്ക് വിളിക്കുകയാണ്. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുവാൻ, ഉടമ്പടികളുടെ ദൈവമേ എന്ന് പറഞ്ഞ് താൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അതിന് മധ്യത്തിൽ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേലിറങ്ങി.
ഹല്ലേലൂയ. ഇന്ന് ഈ അന്തരീക്ഷത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവങ്ങ് ലാൻഡ് ചെയ്യുകയാണ്. നമ്മൾ ഹാലയിലെ പഴയ നിയമത്തിൽ മുകളിൽ നിന്നായിരുന്നു, പക്ഷേ പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകുന്നുണ്ട്. നമ്മളെ അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ പരിശുദ്ധാത്മാവ് ഒന്ന് ഇറങ്ങുകയാണ്. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നു? പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ. ഈ ആരാധനയുടെ മധ്യത്തിൽ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇറങ്ങും. മഹത്വം ഇറങ്ങും. ദൈവത്തിന്റെ കരം വെളിപ്പെടും. ഹല്ലേലൂയ. ഉണർവുകളെ ഉണർവാക്കി തീർക്കുന്നത് അത് ദൈവത്തിന്റെ കരപ്രവൃത്തിയാണ്. ഈ സീസൺ ചേഞ്ചിന് വേണ്ടി, അടുത്തൊരു സ്ഥലത്തേക്ക് വേണ്ടി നമ്മളെ ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്, ഒരുക്കുകയാണ്. ഇന്ന് വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിലൊക്കെ വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഈ ദേശത്തിൽ ഒരു വ്യതിയാനം സംഭവിക്കും. ഈ ദൈവസഭയിൽ വലിയ വ്യതിയാനം സംഭവിക്കും. അത് മനുഷ്യരുടെ ഒരു പ്രവൃത്തിയാകുകയില്ല. അത് ദൈവം എലോഹീം, ദൈവം ഹല്ലേലൂയ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഹല്ലേലൂയ. ആമേൻ. ജനം ആശ്ചര്യം കൂടുന്ന നിലവാരത്തിൽ ആ ദൈവത്തിന്റെ കരം വെളിപ്പെടും, വെളിപ്പെടും, വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ. യഹോശഫാത്ത് ദൈവത്തോട് കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജനം ഒരുമിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിന് മധ്യത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചന യഹോശഫാത്തിനോടും ജനത്തോടും, ബലീവ് ഇൻ ദ പ്രോഫറ്റ്സ്, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാരായ ദൈവത്തിന്റെ പ്രവാചകന്മാർ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഓരോ ദൈവസഭയിലും ദൈവം ഒരു അഭിഷിക്തനെ എഴുന്നേൽപ്പിക്കുമ്പോൾ സ്തോത്രം, അവർ ദൈവസഭയ്ക്ക് വേണ്ടി ഒരു പ്രവാചക ദൗത്യം വഹിക്കുന്നതാണ്. പുറത്തുനിന്ന് വന്ന് പ്രവചിക്കുന്ന ഏത് പ്രവാചനേക്കാൾ ശക്തമാണ് ആ ഓൾട്ടറിൽ ശുശ്രൂഷിക്കുന്ന, അവരുടെ കണ്ണുനീര് ഒഴുക്കുന്ന, അവരുടെ മുട്ടുമടക്കുന്ന ഹല്ലേലൂയ ആ ഒരു അഭിഷേകത്തിന്റെ, അവിടെ ഉണ്ടായിരിക്കുന്ന ശുശ്രൂഷകന്റെ, ദൈവദാസന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് വരുന്ന ഒരു പ്രവാചക ശബ്ദം. ഹല്ലേലൂയ. അവിടുത്തെ ജനം അത് വിശ്വസിച്ചാൽ അവിടെ ഭയങ്കര ദൈവപ്രവർത്തികൾ നടക്കും. ഇന്ന് ദൈവസഭയിൽ എന്താ, നമ്മൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, പല സ്ഥലങ്ങളിൽ ഓടുന്നു. ഹല്ലേലൂയ. എവിടെയൊക്കെ നല്ല ഉപദേശങ്ങളുണ്ട്, എവിടെയൊക്കെ നമുക്ക് വളരാം, അതെല്ലാം നല്ലത് തന്നെ. പക്ഷെ ഇന്ന് ഈ ആലയത്തിൽ, ഈ ഓൾട്ടറിൽ, ഈ സഭയിൽ, ഇത് ഈ കുടുംബത്തിൽ, ഭവനത്തിൽ ആക്കി വെച്ചിരിക്കുന്നവർ, ഇവിടെ ഓൾട്ടറിൽ നിന്ന് നിങ്ങളുടെ അഭിഷേകൻ ഒരു പ്രവചനം പറയുമ്പോൾ, ഒരു ദൂത് പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അത് മനുഷ്യരുടെ വചനമായല്ല, അത് ആയിരിക്കുന്ന പോലെ അത് ദൈവത്തിന്റെ വചനമായി നാം അത് സ്വീകരിച്ചാൽ വിശ്വസിക്കുന്ന എന്നിൽ അത് വ്യാപരിച്ച്, വിശ്വസിച്ച് എന്നിൽ അത് വ്യാപരിച്ച് അത് വെളിപ്പെടുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. ഡാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. He changes the times and seasons and epochs. He lifts one and he puts down another. He gives understanding to the wise. Hallelujah. അവസരം ഒന്നുകൂടി വായിച്ച് കേൾക്കാം. ദാനിയേൽ വിളിച്ചു പറയുകയാണ്, സ്വപ്നം വ്യാഖ്യാനിക്കാൻ, സ്വപ്നം വെളിപ്പെട്ട് കിട്ടുമ്പോൾ ദാനിയേൽ പറയുകയാണ്, രാജാവേ, ഇതെന്റെ മിടുക്കല്ല, എന്റെ കഴിവല്ല, എൻ്റെ ബുദ്ധിയല്ല, സാധാരണക്കാരിൽ സാധാരണ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അങ്ങയുടെ സ്വപ്നം എന്തെന്നും അത് വ്യാഖ്യാനിക്കുവാനുള്ള ആ സ്മാർട്ട്നെസ് ഒന്നും എനിക്കല്ല. പക്ഷെ സകലത്തെയും അറിയുന്ന ഒരു എലോഹീമുണ്ട്, ഒരു യാഹ്വേ ദൈവമുണ്ട്. അവൻ എനിക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. അതുപോലെ ഞാൻ വിശ്വസിക്കുക, ഓരോ ദൈവവചനവും ദൂതുകളാണ്. ഹല്ലേലൂയ. അത് പ്രവചന ദൂതും ശബ്ദമാണ് നമ്മളിലേക്ക്. അതാരെങ്കിലും പിടിച്ചെടുത്താൽ, അതൊന്ന് വിശ്വസിച്ചാൽ, ഈ ദൂത് എനിക്ക് വേണ്ടിയുള്ള കർത്താവേ, ആ തലങ്ങളിലേക്കൊന്ന് കയറുവാൻ ഈ ഉപവാസ പ്രാർത്ഥന ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ കൊതിക്കുന്നു, എന്നെ ഏൽപ്പിക്കുന്നു, എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നു. എല്ലാ ലൗകികമായ പാപപരമായ അങ്ങനെയുള്ള എല്ലാ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ നിന്നും, എല്ലാ ജഡികമായ ചിന്താഗതിയിൽ നിന്നും, from every fleshly and carnal. ഇത് മനുഷ്യർ ആത്മീയരല്ല, ജഡികരാണ്. പക്ഷെ ഉപവാസ പ്രാർത്ഥന എന്തിനാണ് ദൈവം നമുക്ക് വേണ്ടി ക്രമീകരിക്കുന്നത്?
ഉപവാസത്തിൻ്റെ ആഴമായ നാം നമ്മെ തന്നെ ഒന്ന് ശുദ്ധി ചെയ്യുവാൻ, ഒരു ആത്മധമനം സംഭവിക്കുവാൻ, ആഹാരവും സുഖകരമായ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മെ താഴ്ത്തുകയാണ്. ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുകയാണ്. വീണ്ടും നാം നമ്മെ തന്നെ ഒന്ന് താഴ്ത്തുകയാണ്. ദൈവം നമ്മോട് ഇടപെടണം. നമ്മുടെ കുറവുകൾ കാണിക്കണം. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ വ്യതിചലിച്ചെങ്കിൽ ഒന്ന് മടങ്ങി വരുവാൻ, ഒന്ന് താഴുവാൻ, ഒന്ന് ക്ഷമിക്കുവാൻ. ഹൃദയത്തിൽ കയ്പും വിദ്വേഷവും പകയും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കർത്താവേ എന്നോടൊന്ന് ഇടപെടണമേ, എന്നൊന്ന് ആഴമായി ഇടപെടണമേ, നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് നൽകണമേ. ഞാൻ മാനസാന്തരപ്പെടുന്ന കർത്താവേ, അങ്ങയുടെ കൈക്കീഴിൽ ഞാൻ എത്ര പേര് അങ്ങനെ പറയും? എൻ്റെ പേർ വിളിക്കപ്പെടുന്ന എൻ്റെ ജനം, എൻ്റെ പേർ വിളിക്കപ്പെടുന്ന എൻ്റെ ജനം. എവിടെയാ ആഴമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നത്? എവിടെയാ മഹത്വം ഇറങ്ങുന്നത്? എവിടെയാണ് ഉണർവ് വെളിപ്പെടുന്നത്? എവിടെയാണ് ആത്മാവിൻ്റെ അഭിഷേകം തീ പോലെ കത്തിപ്പെടുന്നത്? എൻ്റെ പേർ വിളിക്കപ്പെടുന്ന എൻ്റെ ജനം. ഉണർവിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ താക്കോലുകളാണത്. എൻ്റെ പേർ വിളിക്കപ്പെടുന്ന എൻ്റെ ജനം. ഇവിടെ ദൈവത്തിൻ്റെ ജനം എന്ന് വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരങ്ങളൊന്ന് ഉയർത്തി. എൻ്റെ പേർ വിളിക്കപ്പെടുന്ന എൻ്റെ ജനം, അവർ തങ്ങളെ തന്നെ താഴ്ത്തി, നാം നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി. ഹല്ലേലൂയ. നമ്മുടെ ദുർമാർഗങ്ങളിൽ നിന്ന് തിരിഞ്ഞ് നാം ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് നാം പ്രാർത്ഥിക്കുമെങ്കിൽ, my people, my people, my people, എൻ്റെ ജനം, ദൈവം പറയുക, എൻ്റെ ജനം, എൻ്റെ പേർ വിളിക്കപ്പെട്ട എൻ്റെ സ്വന്തം ജനം, അവർ തങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തിയാൽ, എന്റെ മുഖം അന്വേഷിച്ചാൽ, അവർ പ്രാർത്ഥിച്ചാൽ, അവരുടെ ദുർമാർഗങ്ങളിൽ നിന്ന് ഉപവാസ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തോട് അടുക്കുകയാണ്. എന്നോട് അടുത്ത് വരുവേൻ. ഹല്ലേലൂയ. നിർമ്മല ഹൃദയവും വെടിപ്പുള്ള കൈയും. ദാവീദ് പറയും, ആർക്കാണ് ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിൽ? അവിടെയാണ് മഹത്വം. ഈ വിശുദ്ധ പർവ്വതത്തിൽ ദൈവത്തിന്റെ ആഴമായ ഇടപെടലുകൾ ഉള്ളത് താഴ്വരകളിലല്ല, മലമുകളിലാണ്. താഴ്വരകളിൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റും. പക്ഷെ ആരോടെങ്കിലുമൊക്കെ ദൈവത്തിന് ഇടപെടണമെങ്കിൽ, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തണമെങ്കിൽ, ദൈവത്തിന്റെ നിയോഗങ്ങൾ കൈമാറണമെങ്കിൽ, ഹല്ലേലൂയ, അത് എപ്പോഴും സംഭവിക്കുന്നത് യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെ വിളിച്ചുകൊണ്ട് മലമുകളിലേക്ക് കയറി. അവിടെ യേശു രൂപാന്തരപ്പെടുകയാണ്. ഉപവാസ പ്രാർത്ഥനകൾ നമ്മുടെ താഴ്വരകളെ വിട്ട്, നമ്മുടെ ആവശ്യങ്ങളെയും വിഷയങ്ങളെയും, നമ്മുടെ ദൈനംദിനമായിട്ടുള്ള അതിൽ നിന്നൊക്കെ നമ്മളൊന്ന് മാറി ഒരു പർവ്വതത്തിലേക്ക് കയറുകയാണ്. അവിടെയാണ് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്. അവിടെയാണ് നമ്മുടെ കണ്ണുകൾ തുറക്കുന്നത്. ദൈവമായിരിക്കുന്ന പോലെ അവൻ്റെ മഹത്വം വെളിപ്പെട്ടു വരുന്നത്. അവിടെയാണ് നമുക്ക് പാപം ബോധ്യപ്പെടുന്നത്. അവിടെയാണ് പ്രവാചകൻ വിളിച്ചു പറയുന്നത്, അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യനാണ്, അശുദ്ധ നാവുള്ള ഒരു വ്യക്തിയാണ്, എൻ്റെ കണ്ണുകൾ സൈന്യങ്ങളുടെ യഹോവയെ കണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്തൊക്കെയോ ദൈവം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എൻ്റെ പേര് വിളിക്കപ്പെട്ട എൻ്റെ ജനം. എത്ര പേരകണെന്ന് പറയും, കർത്താവേ, കർത്താവേ, അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ മഹത്വം കൊണ്ട് കർത്താവേ എന്നെ അങ്ങേ സ്പർശിക്കും, സ്പർശിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് മാനസാന്തരപ്പെടുവാൻ, അങ്ങനെ ഒന്ന് താഴുവാൻ, അങ്ങനെ ഒന്ന് ക്രമീകരിക്കപ്പെടുവാൻ എൻ്റെ വായുടെ വാക്കുകളും എൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം എന്ന് വിളിക്കപ്പെട്ട ദാവീദ് എങ്ങനെയാണ് അങ്ങനെയായി മാറിയത്? ഞാൻ എൻ്റെ മനുഷ്യനെ കണ്ടെത്തി. ദൈവം പറയുക, ദൈവം സാക്ഷ്യം പറയുക. ദാവീദ് ദൈവത്തെക്കുറിച്ച് പറയുകയല്ല, ദൈവം ദാവീദിനെ കുറിച്ച് പറയുക, ഞാൻ എൻ്റെ മനുഷ്യനെ കണ്ടെത്തി. I found my man. ഇന്നെന്തോ എലോഹിം ദൈവസഭയിൽ നോക്കി, എൻ്റെ മനുഷ്യനെ ഞാൻ കണ്ടെത്തി. ഓമല്ലൂരിൽ, എലന്തൂരിൽ, കേരളത്തിൽ, ഭാരതത്തിൽ എനിക്ക് എൻ്റെ മനുഷ്യനെ കിട്ടി. എൻ്റെ ജനത്തെ എനിക്ക് കിട്ടി. എൻ്റെ ഹൃദയത്തിൻ്റെ തുടുപ്പറിയുന്ന,
എൻ്റെ ഹൃദയത്തിൻ്റെ ചലനം അറിയുന്ന, എൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ അറിയുന്ന, എൻ്റെ ഹൃദയത്തിൻ്റെ ഇഷ്ടം അറിയുന്ന ഹല്ലേലൂയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തി, ഒരു സഭയെ ഞാൻ കണ്ടെത്തി, ഒരു ശുശ്രൂഷാകാലത്തെ ഞാൻ കണ്ടെത്തി, ഒരു ദൈവസഭ. ദൈവം കൊതിക്കുകയാണ് നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയാൻ. ഈശോയുടെ പുസ്തകം 43 അധ്യായം 18-19 വാക്യം ഒന്ന് വായിക്കാൻ സുപരിതമായ ഭാഗമാണ്. അവിടെ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, പണ്ടുള്ള കാര്യങ്ങളെ മുമ്പുള്ളവയെ ഓർക്കേണ്ട. സീസൺ എന്ന് പറയാം, സീസൺ ചേഞ്ച് ആക്കുകയാണ്. വ്യക്തിപരമായി, കുടുംബങ്ങളിൽ, ദേശത്ത്, ദൈവസഭ, ഇനി ഓൺലൈനിലൂടെ കാണുന്ന പ്രിയപ്പെട്ടവരെ, സീസണിൻ്റെ ചേഞ്ച് അത് ഡിക്ലെയർ ചെയ്യുവാൻ, അത് വിളംബരം ചെയ്യുവാനാണ് ഇന്ന് ദൈവം എന്നെ അയച്ചിരിക്കുന്നത്. സോ ഐ കം ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ആൻഡ് ഡിക്ലെയർ എ ചേഞ്ച് ഓഫ് സീസൺസ്. ചില പുതിയ ആരംഭങ്ങളെ, ന്യൂ ബിഗിനിങ്സ്. അതുകൊണ്ട് മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട. ഒരു പുതിയ ആരംഭം. നിങ്ങളുടെ റൂട്ടിനെ ദൈവം മാറ്റിവിടുകയാണ്. നിങ്ങളുടെ റേഞ്ചിനെ കർത്താവ് സ്തോത്രം വ്യതിയാനങ്ങൾ സംഭവിക്കുകയാണ്. നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ റൂട്ടിൽ നിന്ന്, ആ വഴിത്തിരിവിൽ നിന്ന് ദൈവം എന്തൊക്കെയോ ഒരു മാറ്റം കൊണ്ടുവരികയാണ്, ഒരു ചേഞ്ച് കൊണ്ടുവരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശകളെ മാറ്റുന്ന ഒരു സീസണിലേക്ക് നിങ്ങൾ കയറി നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു അപ്പോയിൻറ്റഡ് സമയത്തിലേക്ക് നിങ്ങൾ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഈ ഉപവാസപ്രാർത്ഥനയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കണമേ. ഹന്നയുടെ ഉദരം തുറന്നു, ഒരു സമൂഹയിൽ ജനിച്ചു. ചില ജനനങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. യഹോശഫാത്ത് സ്തോത്രം ബാക്കിയുടെ അനുഭവത്തിലാണ്, കണ്ണുനീരിൻ്റെ അനുഭവത്തിലാണ്. വേദനയും സ്തോത്രം പരാജയം ആണ് മുമ്പിലുള്ളത്. പക്ഷെ ദൈവത്തിൻ്റെ കരം അത്ഭുതമായി വെളിപ്പെട്ടു. ബാക്കിയുടെ താഴ്വര അത് ബരാക്കിയുടെ കുന്നായി മാറി. സീസൺ ചേഞ്ചായി. ഹല്ലേലൂയ. ബരാക്ക അനുഗ്രഹത്തിൻ്റെ കണ്ണുനീരാണ്, പരാജയമാണ്, എല്ലാം കെട്ടിക്കിടക്കുകയാണ്, അടിമത്വമാണ്, നുഖമാണ്. ഒരു അനുഗ്രഹമില്ല പാസ്റ്ററേ. ഇന്ന് ഞാൻ പ്രവചിക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ലൈഫിൽ സീസൺ ചേഞ്ചാണ്. കണ്ണുനീരിൻ്റെ അവസ്ഥകൾ മാറി ബരാക്കിയുടെ അവസ്ഥകളെ തുറന്നു വിടുന്ന ഒരു സീസൺ ചേഞ്ച്. ഹല്ലേലൂയ. കാലങ്ങൾ ദൈവം മാറ്റുകയാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് മുമ്പുള്ളത് നിങ്ങൾ ഓർക്കരുത്. യെസ്. പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കരുത്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. അത് ഇപ്പോൾ അകലമൊരുത്ത് പറയാം, അതിപ്പോൾ ഈ ഉപവാസപ്രാർത്ഥനയിൽ അത് ഉത്ഭവിക്കുകയാണ്. യെസ്. എന്താ ദൈവത്തിന് അതിശയിപ്പിക്കുന്ന പ്രവൃത്തി? യെസ്. നിങ്ങൾ അത് അറിയുന്നില്ലയോ? നിങ്ങൾ അത് അറിയുന്നു. അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. നിർജ്ജന പ്രദേശത്ത് ഞാൻ വഴികളും ഉണ്ടാക്കും. ഹല്ലേലൂയ. എത്ര പേര് ഒരു ആമേൻ പറയും? സീസൺ ചേഞ്ച് ആണ്. ഹല്ലേലൂയ. മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്ന് ഹല്ലേലൂയ ഒരു മലർവാടിയാക്കി മാറ്റുന്ന ദൈവ പ്രവൃത്തികളുടെ ഒരു പോയിന്റിലാണ് നാം നിൽക്കുന്നത്. ആമേൻ. ആമേൻ. എങ്ങനെയാണ് ഈ സീസൺ ചേഞ്ച് ആകുന്നത്? അതിനുവേണ്ടി നമ്മെ ഒന്ന് ഒരുക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഒരു വ്യക്തിയുടെ പേര് മാറുന്നതിലൂടെ ഒരു പുതിയ സീസണിൻ്റെ ആരംഭമാണ്. ഹല്ലേലൂയ. സാഹചര്യങ്ങളുടെ മാറ്റമാണ്. നമ്മുടെ ദൈവം സീസണുകളെ മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എബ്രഹാം ദൈവം പേര് മാറ്റി. ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ഐഡൻറ്റിറ്റി. ദൈവവചനത്തിൽ നിന്ന് എല്ലാം എടുത്ത് പറയുവാൻ സമയമില്ല. ഉൽപ്പത്തി പുസ്തകം 17 അധ്യായം 1-5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിച്ച് കേൾക്കാം. ഒരു വ്യക്തിയുടെ പേര് ദൈവം എബ്രഹാമിനെ വിളിച്ചു. ദൈവം വലിയ വാഗ്ദത്തങ്ങൾ കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 17 അധ്യായ ഭാഗങ്ങൾ നമുക്ക് നന്നായി അറിയാമല്ലോ. ഹല്ലേലൂയ. 17 അധ്യായമായപ്പോൾ ദൈവം വീണ്ടും എബ്രഹാമിനെ വെളിപ്പെടുകയാണ്. ഒരു സീസൺ ചേഞ്ച്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് വരെ നീ അറിയപ്പെട്ടത് എബ്രഹാം, വാഴ്ത്തപ്പെട്ട പിതാവ്, എക്സ്റ്റോൾട്ടഡ് ഫാദർ എന്നാണ്. പക്ഷേ ഇപ്പോൾ ഞാനൊരു ചേഞ്ച് കൊണ്ടുവരികയാണ്. നീ ബഹുജാതികളുടെ പിതാവായി. ഹല്ലേലൂയ. ഞാൻ ഓരോ ചേഞ്ച് ഡിക്ലെയർ ചെയ്യുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. അതൊരു ചേഞ്ചാണ്.
സ്തോത്രം. ഹല്ലേലൂയ. സാറായി, ഇനി സാറായി അല്ല, ഞാൻ നിന്നെ സാറാ, രാജകുമാരി പ്രിൻസസ് എന്ന് പറയുന്ന സാറായിയെ ദൈവം ബഹുജാതികളുടെ അമ്മയാക്കി. ആ മദർ ഓഫ് നേഷൻസ്. ഒരു കുടുംബത്തിൽ എബ്രാഹിമിനെ എബ്രഹാമാക്കി, സാറായിനെ സാറയാക്കി മാറ്റുന്ന ഒരു സീസൺ ചേഞ്ച് ഇന്ന് പകൽക്കാലം നിങ്ങളിലേക്ക് നോക്കി ഞാൻ പ്രവചിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സ്തോത്രം അടഞ്ഞിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, വന്ധ്യതയിലിരിക്കുന്നുവെങ്കിൽ, ബാരണയോ മുന്നേറ്റമില്ല, അടഞ്ഞിരിക്കുക, ഉയരുവാൻ കഴിയുന്നില്ല. ഇന്ന് ദൈവം എന്നെ, സ്തോത്രം, ഹല്ലേലൂയ, ഈ വചനം വിശ്വസിക്കുന്നവരിൽ അത് പ്രവർത്തിച്ച് ഒരു അത്ഭുതമുണ്ടാക്കും, ഒരു അത്ഭുതമുണ്ടാക്കും, ഒരു അത്ഭുതമുണ്ടാക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേൽ ദൂതൻ മറിയോട് വന്ന ദൂത് കൈമാറിയപ്പോൾ സ്തോത്രം അതിനെ സ്വീകരിച്ച് തൻ്റെ ആത്മാവിൻ്റെ ഗർഭപാത്രത്തിലേക്ക് താൻ ആദ്യം സ്വീകരിച്ചു. അപ്പോൾ തൻ്റെ ശരീരത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു. നീ എബ്രഹാമായി തുടരുകയില്ല, ഒരു സീസൺ ചേഞ്ചായി, ഒരു മെഗാ ഷിഫ്റ്റായി, ഒരു മെഗാ ചേഞ്ചായി, ഒരു മെഗാ ഷിഫ്റ്റായി, ഒരു മേജർ ഷിഫ്റ്റായി. ഹല്ലേലൂയ. എബ്രഹാം ആയി മാറി. ബഹുജാതികളുടെ ഈ നടന്നു കിടക്കുന്ന, സ്തോത്രം, ഹല്ലേലൂയ, ചുരുങ്ങിക്കിടക്കുന്ന, വന്ധ്യതയിലായിരിക്കുന്ന, മുന്നേറുവാൻ കഴിയാതെ മരുഭൂമിയുടെ അവസ്ഥകളിലിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ്, സ്തോത്രം, ദൂതറിയിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു സീസൺ ചേഞ്ചായി. ഹല്ലേലൂയ. അഭിവൃദ്ധിയുടെയും, ഹല്ലേലൂയ, ഉദ്ധാരണത്തിൻ്റെയും ദൈവത്തിൻ്റെ അഭിവൃദ്ധിയുടെയും ഒരു സമയമായി, ചേഞ്ചായി. ഗെറ്റ് റെഡി. പെട്ടെന്ന് ഒന്ന് വായിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, സ്തോത്രം, യെസ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, ഞാൻ സർവശക്തിയുള്ള എൽ ശദായിയായ ഇലോഹിമായ ദൈവം ആകുന്നു. യെസ്, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കും. 75-ാമത്തെ വയസ്സിൽ ദൈവത്തോട് കൂടെ നടന്നു തുടങ്ങിയതാണ്. ദൈവത്തെ ഒത്തിരി അറിഞ്ഞതാണ്. 99-ാമത്തെ വാഗ്ദത്തം കയ്യിൽ വരുന്നതിന് മുമ്പ് പോലും ദൈവത്തിൻ്റെ അഭിഷേകത്തിനോട് ഓർമ്മിച്ചതുപോലെ നമ്മുടെ കയ്യിലിരിപ്പ്, നമ്മുടെ മനസ്സിലിരിപ്പ്, ഹല്ലേലൂയ, എൻ്റെ മുമ്പാകെ ആ കരവരുന്ന് പറയാം, നിഷ്കളങ്കനായ. ഇന്ന് കേരളക്കരയിൽ വിശ്വാസികൾക്ക് കുറവുള്ളൊരു കാര്യമാണ് നിഷ്കളങ്കത്വം. ആ രണ്ട് കൈകളും ഉയർത്തി, കർത്താവേ, ഒരു നിഷ്കളങ്കനായിരിക്കുവാൻ. നഥാനിയേലിനെ കണ്ടപ്പോൾ യേശു പറഞ്ഞു, നിഷ്കളങ്കനാണ്, നിഷ്കളങ്കനാണ്, വക്രതയില്ല, മറ്റുള്ളവരെ ചതിക്കുവാൻ, മറ്റുള്ളവരെ കുത്തിത്തിരിക്കുവാൻ, തങ്ങളുടെ ഇടയിൽ വിരോധമായി സംസാരിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ, ആർക്കും പിടിക്കുകയില്ല, ആർക്കും ഉയരുവാൻ കഴിയുകയില്ല. അക്കരമുയർത്തി, കർത്താവേ, ഒരു നിഷ്കളങ്കനാകുവാൻ. എബ്രഹാമിനോട് പറയുക, എൻ്റെ മുമ്പാകെ നിഷ്കളങ്കമായി. യെസ്, തുറന്നു വായിക്കാം. യെസ്, തുറന്നു വായിക്കാം. യെസ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, ഞാൻ എൻ്റെ നിയമം ഉടമ്പടി സ്ഥാപിക്കും. യെസ്, നിന്നെ അധികമായി വർദ്ധിപ്പിക്കുമെന്ന് അരുളിച്ചെയ്തു. ഞാൻ നിന്നെ, ഓക്കെ, സീസൺ ചേഞ്ച് ആണ്. എബ്രഹാം, ഇതെല്ലാം ദൂതുകളാണ്, പ്രവചന ദൂതുകളാണ്. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുമെന്നല്ല. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കും? കർത്താവേ, ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ അധികമായി എന്ന് പറഞ്ഞ് ആ കൈയൊക്കെ ഒന്ന് വിശാലമാക്കി ഒരു പ്രൊഫറ്റിക് ആക്ട് ചെയ്യുന്ന പോലെ ഞാൻ നിങ്ങളെ അധികമായി വർദ്ധിപ്പിക്കും. അധികം ആത്മീയമായി, സ്തോത്രം, ഹല്ലേലൂയ, കൃപകളിലും കൃപാവരങ്ങളിലും ദൈവത്തോടുണ്ടായിരിക്കുന്ന ആ തീക്ഷ്ണതയിലും ആത്മഭാരത്തിലും അധികമായി വർദ്ധിപ്പിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങളെ അധികമായി വർദ്ധിപ്പിക്കും. യെസ്. അപ്പോൾ അബ്രാം സാഷ്ടാംഗം വീണു. എബ്രഹാം എന്ത് ചെയ്തു? 99 വയസ്സ് പ്രായമുള്ള ഈ മനുഷ്യൻ ദൈവമുമ്പാകെ ആ ദൈവ ശബ്ദത്തിന് മുമ്പേ സാഷ്ടാംഗം വീഴുകയാണ്. ആരാണ് ആ സീസൺ ചേഞ്ച്? ദൈവം സീസണിൻ്റെ ചേഞ്ച് നമ്മളിലേക്ക് വിളംബരം ചെയ്യും. പക്ഷെ എൻ്റെ അർത്ഥം ആ സീസണിലേക്ക് കയറണമെന്ന് ഇല്ല.
അതിനോട് ചേർന്ന് വരുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരുക്കമാണ് ആ സീസൺ ചേഞ്ചിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഒരു എബ്രഹാം ആകണമെങ്കിൽ നിഷ്കളങ്കനായി താൻ നടക്കണം. ഹല്ലേലൂയ. താൻ ദൈവത്തിൻ്റെ വചനത്തോട് താൻ പ്രതികരിക്കണം, താൻ അത് വിശ്വസിക്കണം, അതനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണം. ആമേൻ. ഒരു നല്ല ആമേൻ പറയാം. ആമേൻ. ഹല്ലേലൂയ. യെസ്. അപ്പോൾ അബ്രാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളിച്ചെയ്തത് വീണ്ടും നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയമൊക്കെ ദൈവസന്നിധിയിലേക്ക് നാം അങ്ങനെ സമർപ്പിച്ചാൽ, ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദൂത്, അടുത്ത പ്രവചനം, അടുത്ത ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ചു. അത് തന്നെ ഭയങ്കര അനുഗ്രഹമാണ്. സ്തോത്രം. അതുകൊണ്ട് നിൽക്കുന്നില്ല. ആ പ്രതികരണം, നമ്മുടെ റെസ്പോൺസ്, നമ്മുടെ പ്രതികരണം എന്ത് ചെയ്യും? നമ്മളെ ഉന്നത തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. യെസ്. എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്. നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കുന്നത്. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ നിന്റെ പേർ അബ്രഹാം എന്നിരിക്കുകയാണ്. പറയാം, സീസൺ ചേഞ്ച് ആകുക. ആ പേര് മാറിയതിലൂടെ സീസൺ ചേഞ്ച് ആകുക. നീ എബ്രഹാം അല്ല, നിന്നെ ബഹുജാതികളുടെ പിതാവായി, അനുഗ്രഹിക്കപ്പെട്ടവരുടെ പിതാവായി. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ ബരാക്കയുടെ കുന്നിൽ നിൽക്കുന്ന, വർദ്ധനവിന്റെ കുന്നിൽ നിൽക്കുന്ന എബ്രഹാം, ഹല്ലേലൂയ, ബഹുജാതികളുടെ പിതാവായി ഞാൻ നിന്നെ മാറ്റും. യെസ്. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും. യെസ്. നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും. ദൈവം ഉടമ്പടിയിടുകയാണ്. ഹല്ലേലൂയ. രാജാക്കന്മാർ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഞാൻ പ്രവചിക്കുകയാണ്, ഈ ദൈവസഭയിൽ നിന്ന് അധികാരികൾ, ഭരണകർത്താക്കൾ, ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ പാസ്സാക്കുന്ന ആ തലത്തിലേക്ക് സ്വാധീനമുള്ള, ഇൻഫ്ലുവൻസ് ഉള്ള ചിലരെയൊക്കെ ദൈവം പുറത്തെടുക്കുകയാണ്. രാജാക്കന്മാരെ, അധികാരികളെ, മന്ത്രിമാരെ, ഗവർണർമാരെ, നിയമസഭയുടെ പ്രധാന സ്ഥാനങ്ങൾ ഒക്യുപ്പൈ ചെയ്യുന്ന അങ്ങനെയുള്ളവരെ ദൈവം നമ്മളിൽ നിന്ന് പുറത്തെടുക്കും. ആമേൻ. ഹല്ലേലൂയ. ഒരു സീസൺ ചേഞ്ച് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്തോത്രം ഒതുങ്ങിയിരിക്കുകയില്ല, അടഞ്ഞിരിക്കുകയില്ല. ഹല്ലേലൂയ. ആ ബാലൻസ് യേശുവിന്റെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഇനി എബ്രഹാം എന്നല്ല, എബ്രഹാം എന്നറിയപ്പെടും. അടുത്തൊരു വ്യക്തിയുടെ പേര് ദൈവം മാറ്റുക. യാക്കോബ്, എബ്രഹാമിന്റെ കൊച്ചുമകനായ യാക്കോബ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം, പെട്ടെന്ന് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം, ആ ഭാഗമൊക്കെ നമുക്കറിയാം. യാബോക്കിന്റെ കടവിൽ സ്തോത്രം ഒരു ദൂതനായി മല്ലിടുകയാണ്. 27-ാമത്തെ വാക്യത്തിൽ സ്തോത്രം ദൈവം പറയുകയാണ്, സ്തോത്രം, നിന്റെ പേരെന്താണ്? യെസ്. നിന്റെ പേരെന്തെന്ന് അവൻ അവനോട് ചോദിച്ചു. യെസ്. യാക്കോബ് എന്നവൻ പറഞ്ഞു. യാക്കോബ് എന്ന് പറഞ്ഞു. യെസ്. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേരിന് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. നീ യാക്കോബായിരുന്നു, വഞ്ചകനായിരുന്നു, ചതിയനായിരുന്നു. അതായിരുന്നു നിന്റെ ചരിത്രം, അതായിരുന്നു നിന്റെ പേര്, അതായിരുന്നു നിന്റെ ഐഡന്റിറ്റി. ഞാനൊരു പുതിയ ആരംഭം നിനക്ക് തരികയാ, നിനക്കൊരു പുതിയ ഐഡന്റിറ്റി തരികയാ. ഹല്ലേലൂയ. നിന്റെ സീസണെ ഞാൻ ചേഞ്ച് ചെയ്യുകയാ. ഞാൻ നിന്നെ അടുത്തൊരു നിലവാരത്തിലേക്ക്. നീ യാക്കോബല്ല, നീ ചതിയനല്ല, ആ വഞ്ചകനല്ല. ഹല്ലേലൂയ. ആ പേര് അല്ല, ഒരു പുതിയ പേര്, ഒരു പുതിയ ലെവലിലേക്ക്, ഒരു പുതിയ തലത്തിലേക്ക് ദൈവം നമ്മെ ഉയർത്തുകയാണ്. ഹല്ലേലൂയ. നീ ഇസ്രായേലാകുന്നു. ആ പേരിന്റെ അർത്ഥം എന്ന് പറയാം. യെസ്. യാക്കോബ് അവനോട് നിന്റെ പേര് എനിക്ക് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. ഇസ്രായേൽ, ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിച്ചവൻ. പ്രിൻസ് വിത്ത് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. പലതിനെയും ജയിക്കുന്ന ഒരു അഭിഷേകം, പലതും മല്ലിട്ട് ജയിക്കുന്ന, പ്രിവെയിൽ ചെയ്യുന്ന, ഓവർകം ചെയ്യുന്ന ഒരു ദൈവിക അഭിഷേകം. സീസൺ ചേഞ്ച്.
സീസൺ ചേഞ്ച്. ഇന്ന് വരെ സ്തോത്രം പലതും മല്ലിട്ട് നിന്നെ ജയിച്ചെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉപവാസ പ്രാർത്ഥനയിൽ നീ പലതിനെയും മല്ലിട്ട് ഹല്ലേലൂയ ഈ ദേശത്തോട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഞാൻ എന്റെ സഭയെ പണിയും. ഹല്ലേലൂയ, ഇലോഹിം സഭ, ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ ഈ സഭയെ ജയിക്കുകയില്ല. ഹല്ലേലൂയ. പൈശാചിക മണ്ഡലങ്ങൾ മല്ലിട്ട് നമ്മെ ജയിക്കുക എന്നല്ല, പല മേഖലകളെയും, ദേശത്ത് വാഴുന്ന പല പ്രധാന ശക്തികളെയും, പല മന്ത്രവാദ ശക്തികളെയും, പല ആവിചാര ശക്തികളെയും ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ എന്ന് പറയാം, കരമൊന്ന് വീശി പറയാം, ഇസ്രായേൽ ജയിക്കുന്നവനാണ്, മല്ലിട്ട് ജയിക്കുന്നവനാണ്. വെറുതെ ജയിക്കുകയല്ല, മല്ലിട്ട് അതിനുമേൽ ആധിപത്യം സ്ഥാപിച്ച ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ദൈവസഭ ആയിരിക്കുന്ന ഈ മേഖലകൾ, ഇതിന്റെ സ്വാധീനമുള്ള സകല സ്ഥലങ്ങളിലും ഈ പൈശാചിക വാഴ്ചകളല്ല, ആവിചാരത്തിന്റെ വാഴ്ചകളല്ല, അന്ധകാലത്തിന്റെ വ്യാപാരങ്ങളല്ല, അന്ധകാലത്തിന്റെ അടിത്തറകൾ, പൈശാചിക അടിത്തറകൾ അത് ഇളക്കുന്ന, അതിന്റെ പ്രവൃത്തികളെ നിർവീര്യമാക്കുന്ന, അതിന്റെ ശക്തികളെ ബന്ധിക്കുന്ന, അതിനെ കെട്ടുന്ന, അതിനുമേ സ്റ്റോപ്പ് ഇടുന്ന, അതിനെ ലോക്ക് ചെയ്യുന്ന, അതിന്റെ വ്യാപാരങ്ങളെ നിർവീര്യമാക്കുന്ന ഒരു ജയാളിയായി, ഒരു ഇസ്രായേലായി ഹല്ലേലൂയ വെളിപ്പെടുന്ന വലിയ ദൈവത്തിന്റെ ഒരു സീസണായി വെളിപ്പെടുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൽ ഞാൻ പെട്ടെന്ന് ഓടിച്ചൊക്കെ പറയുകയാണ്. റാഹേൽ ഭയങ്കര പ്രസവവേദന അനുഭവിച്ചു. അതിന്റെ മധ്യത്തിൽ താൻ പ്രസവവേദന അനുഭവിച്ചു, വേദനിച്ച് പ്രസവിച്ചതുകൊണ്ട് ആ പ്രസവവേദനയിൽ റാഹേൽ മരിക്കുകയാണ്. തൻ്റെ കുഞ്ഞിൻ്റെ പേര് ബെനോനി, വേദനയിൽ പ്രസവിച്ച മകൻ, ദ സൺ ഓഫ് സോറോ, ബെനോനി എന്ന് പറഞ്ഞേ, ബെനോനി. പക്ഷെ യാക്കോബ് പെട്ടെന്ന് പേര് മാറിയ യാക്കോബ് പെട്ടെന്ന് ബെനോനിനെ ബെന്യാമീനാക്കി. അമ്മ പേരിടുകയാണ്, വേദനയിൽ പ്രസവിച്ച വേദനയുടെ മകൻ. അപ്പൻ അതിനെ പെട്ടെന്ന് മാറ്റി, സ്തോത്രം, എന്റെ വലങ്കായിയായ, എന്റെ ശക്തിയായ, എന്റെ ശക്തിയുടെ ഭുജമായിരിക്കുന്ന ബെഞ്ചമിൻ സീസൺ ഷിഫ്റ്റ് ആകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് വേദനയായിരിക്കാം, കണ്ണുനീരായിരിക്കാം, അനേകർക്ക് ഹല്ലേലൂയ തലവേദനയായിരിക്കാം, ബുദ്ധിമുട്ടായിരിക്കാം, പ്രയാസമായിരിക്കാം. ഇന്ന് പകൽക്കാലം ദൈവം എന്നെ അയച്ചത് നീ ബെനോനിയല്ല, നിന്റെ സീസൺ ചേഞ്ച് ആകുക. ഒരു ബെഞ്ചമിൻ നിന്നിൽ നിന്ന് വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ ബലം, ഹല്ലേലൂയ. നീ പോകുന്നിടത്തൊക്കെ ദൈവത്തിന്റെ ആ ഭുജം, ദൈവത്തിന്റെ ബലം വെളിപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യത്തിൽ യേശു ഒരു വ്യക്തിയെ ആദ്യമായി കാണുകയാണ്. അവന്റെ പേര് ശിമോനാണ്. ഹല്ലേലൂയ, ശിമോൻ. ശക്തനായ അപ്പോസ്തലനായി മാറിയ പത്രോസ്. ശിമോൻ. ശിമോന്റെ പേരിന്റെ അർത്ഥം എന്താണ്? ആടി ഉലയുന്നവൻ. ആടി ഉലയുന്നവൻ, ഒരു സ്ഥിരതയില്ലാത്തവനാണ്. സ്തോത്രം. എടുത്ത് ചാടുന്നവനാണ്. ചാടും, അതേപോലെ പിന്മാറും. സ്റ്റെബിലിറ്റി ഇല്ല, ഉറപ്പില്ല, ഒന്നും അവന്റെ മേൽ പണിയുവാൻ കഴിയാത്തവനാണ്. യേശു നോക്കുകയാണ്, ഒരു സീസൺ ചേഞ്ച് വരികയാണ്. നീ ശീമോനല്ല, ഞാൻ നിന്നെ പത്രോസാക്കും. അക്കരം വെച്ച് ഇന്ന് വരെ നീ ആടി ഉലയിച്ച് മനുഷ്യനും ദൈവത്തിനും പ്രയോജനമില്ലാത്തവനായിരിക്കാം. പക്ഷെ ഈ സീസണിൽ നിന്റെ ജീവിതം മാറുകയാണ്. നിന്നെ ഉപയോഗിച്ച് വേണം എനിക്ക് എന്റെ സമയം പണിയാൻ. നീ പത്രോസ് പാറയാകുന്നു. ഈ പാറമേൽ, ഞാനാകുന്ന മഹാപാറമേൽ നിന്നെ ഒരു ചെറിയ പാറക്കഷ്ണമായി എന്നോട് ചേർത്ത് ഞാൻ നിന്നെ പണിയും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരു ഷിഫ്റ്റ് എന്ന് പറയാം. അക്ഷരങ്ങളൊക്കെ ഒന്ന് വീശി പറയാം, ഒരു ഷിഫ്റ്റ് സംഭവിക്കുക. എത്ര പേര് ആ ഒരു ഷിഫ്റ്റിന് വേണ്ടി റെഡിയാണ്? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പ്രയോജന ശൂന്യമായി, ഹല്ലേലൂയ, ആർക്കും ഇഷ്ടപ്പെടാതെ, ആർക്കും ഉപയോഗിക്കുവാൻ കഴിയാത്ത ആ വ്യക്തി ജീവിതങ്ങളെ ദൈവം ഒരു ഷിഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. അങ്ങനെ അനേകർ ദൈവം ഈ സഭയ്ക്ക് ദാനം ചെയ്യുകയാണ്. അനേകർ നിങ്ങളുടെ സ്തോത്രം ഹല്ലേലൂയ ശുശ്രൂഷയോട് കൂടെ ചേർന്ന് ദൈവസഭയെ ഹല്ലേലൂയ പണിതെടുക്കുവാൻ, ഇതിനെ അതിർവഴിപോലെ വിശാലമാക്കുവാൻ ദൈവം കാണിച്ചിരിക്കുന്ന ദർശനത്തിന് അനുസരിച്ച് ഒന്ന് ഒഴുകുവാൻ
നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ സീസൺ ഷിഫ്റ്റ് ആകുക. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ അടുത്തൊരു വ്യക്തി, ആ വ്യക്തിയുടെ പേര് സൗൽ. ഹല്ലേലൂയ. ദൈവസഭയെ മുടിച്ച് കൊന്നവനായ സൗൽ. ഹല്ലേലൂയ. അർത്ഥം എന്താണ്? പൊങ്ങി നിൽക്കുന്നവൻ, ദ ബിഗ് വൺ. ഹല്ലേലൂയ. ദമസ്കോസിന്റെ പടിവാതിൽ യേശുവുമായി ഒരു എൻകൗണ്ടർ നടക്കുകയാണ്. സൗൽ പൗലോസായി മാറി. സ്തോത്രം. അഹങ്കരിച്ച് പൊങ്ങി നിന്നവൻ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മാനപാത്രമായി ദൈവത്തിനടുത്ത് ദൈവത്തിന്റെ ഒരു പ്രധാന അപ്പോസ്തലനായി മാറ്റി വെളിപ്പാടുകളുടെ കലവറകൾ തുറന്ന് ഈ അപ്പോസ്തലനെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിഞ്ഞത് തന്റെ ജീവിതത്തിൽ ഒരു സീസൺ ചേഞ്ച്, ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കി. ഹല്ലേലൂയ. സൗൽ പൗലോസായി മാറി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പേരുകളെ മാറ്റുന്നതിലൂടെ, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുന്നതിലൂടെ ദൈവം ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരികയാണ്. എന്തോ അസാധാരണമായ ഒരു ചേഞ്ചിന്റെ സീസണായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നു. മാറയാണ്, മാറയുടെ അനുഭവമാണ്. കയ്പാണ്. വെള്ളം കുടിക്കുവാൻ കഴിയാത്ത അവസ്ഥകളാണ്. പക്ഷെ നിന്റെ മാറ എന്ന് പറഞ്ഞാൽ കയ്പ്, ബിറ്ററാണ്. പക്ഷെ അവിടെ ദൈവപ്രവൃത്തി നടക്കുകയാണ്. സീസൺ ചേഞ്ച് സംഭവിക്കുകയാണ്. മാറയെ ദൈവം മധുരമാക്കുക. ഇന്ന് വേദനിച്ച് വിഷമിച്ച് കൈപ്പേറിയ ജീവിതത്തിന് ഉടമകളാണോ താങ്കൾ? ഇന്ന് ദൈവത്തിന്റെ കരപ്രവൃത്തി ഈ ഓൾട്ടറിൽ നടക്കുകയാണ്. നിന്റെ മാറയെ ദൈവം മധുരമാക്കിയായിരുന്നെങ്കിൽ അത് തന്നെ അത്ഭുതമാണ്. പക്ഷെ ദൈവം സ്തോത്രം ഹല്ലേലൂയ അവിടെ കൊണ്ട് നിൽക്കുകയില്ല. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം താഴോട്ട് നാം വായിക്കുമ്പോൾ അവരെ ദൈവം എലീമിലേക്ക് കൊണ്ടുപോയി. 12 ഉറവകൾ തുറന്ന് ഹല്ലേലൂയ എവിടെ കയ്പ് അനുഭവിച്ചുവോ അവിടെ ദൈവം സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ ഉറവകളെ, അതൊന്നും രണ്ടുമല്ല, നിറവ് വെളിപ്പെടുത്തുക. എവിടെ കുറവുണ്ടോ കയ്പുണ്ടോ അവിടെ ദൈവത്തിന്റെ അസാധാരണമായ നിറവ് വെളിപ്പെടുത്തുന്ന ഒരു സീസൺ ചേഞ്ച്. നായൻ പട്ടണത്തിലേക്ക് പോകുകയാണ്. നായന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? മനോഹരത്വം. എന്താണ് മനോഹരത്വം? സൗന്ദര്യം. പട്ടണത്തിന്റെ പേര് സൗന്ദര്യം എന്നാണ്, മനോഹരമാണ്. പക്ഷെ യേശു ശിഷ്യന്മാരും കൂടെ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. ഒരു വിധവ, ഒരമ്മ തൻ്റെ ഏക മകൻ്റെ ശവമഞ്ചം ചുമന്ന ആ കുഞ്ഞ് മരിച്ച്. സ്തോത്രം ഹല്ലേലൂയ. എവിടെ മനോഹരത്വം സൗന്ദര്യം വെളിപ്പെടണമോ അവിടെ മരണമാണ് വെളിപ്പെട്ടിരിക്കുന്നത്, ശാപമാണ് വെളിപ്പെട്ടിരിക്കുന്നത്, ദുഃഖമാണ് വെളിപ്പെട്ടിരിക്കുന്നത്. യേശു അങ്ങോട്ട് കടന്നു വരികയാണ്. ഹല്ലേലൂയ. നിന്റെ മനോഹരത്വത്തെ എടുത്തു കളഞ്ഞ സ്തോത്രം. എവിടെ സൗന്ദര്യവും മനോഹരത്വം വെളിപ്പെടണം അവിടെ മരണം വെളിപ്പെട്ടതിനെ കർത്താവിന്റെ സീസൺ ചേഞ്ച് ചെയ്യുകയാണ്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട മനോഹരത്വത്തെ, നഷ്ടപ്പെട്ട സൗന്ദര്യത്തെ, നഷ്ടപ്പെട്ട മാധുര്യത്തെ, നഷ്ടപ്പെട്ട മാനത്തെ നിനക്ക് തിരികെ തന്ന, നിന്നെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തി, നിന്നെ വീണ്ടും നായേൻ മനോഹരത്വം സൗന്ദര്യത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് ഇന്ന് പകൽക്കാലം ആ സീസൺ ചേഞ്ചിൽ ദൈവം ചെയ്യുന്നത്. ഹല്ലേലൂയ. ദ ബുക്ക് ഓഫ് ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്കത് പോകാം. യോശുവ മരിച്ചു. അത് കഴിഞ്ഞ് ന്യായാധിപന്മാരുടെ ഒരു കാലഘട്ടം. നമുക്ക് ആദ്യത്തെ വാക്യം തൊട്ട് പെട്ടെന്ന് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം. യോശുവ മരിച്ചു കഴിഞ്ഞ് അവർ ദൈവത്തോട് വന്ന് ചോദിക്കുക, ദൈവമേ ഞങ്ങൾ എന്ത് ചെയ്യണം? യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടതെന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. ഹല്ലേലൂയ. മോശ ഒരു തലം വരെ കൊണ്ടെത്തിച്ചു. അത് കഴിഞ്ഞ് യോശുവ സ്തോത്രം യോർദാൻ കടന്ന് ഹല്ലേലൂയ എരിക്കോ പട്ടണം കൈവശമാക്കി. വാഗ്ദത്ത ദേശത്തിന്റെ കുറെ അവകാശങ്ങളെ പിടിച്ചെടുത്തു. വീണ്ടും ഒത്തിരി അവകാശങ്ങൾ കിടക്കുകയാണ് കൈവശമാക്കുവാൻ, ദേശം കൈവശമാക്കാൻ കിടക്കുകയാണ്. യോശുവയുടെ മരണശേഷം ജനം യഹോവയോട് ചോദിക്കുകയാണ്, എന്ത് ചെയ്യണം? യഹൂദ തന്റെ സഹോദരനായ ശിമിയോനോട്,
എന്റെ അവകാശ ദേശത്ത് കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ നീ എന്നോടുകൂടെ പോരേണം. നിന്റെ അവകാശ ദേശത്ത് നിന്നോടുകൂടെ ഞാനും വരാമെന്ന് പറഞ്ഞു. ആരാ പോകേണ്ടത്? ആരാദ്യം പോകണം? ആ കരമുയർത്തുന്ന പറയാം, യഹൂദ. യഹൂദയുടെ അർത്ഥം എന്താണ്? സ്തുതി. നിന്റെ അവകാശങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആരാണ് ആദ്യം പോകേണ്ടത്? സ്തുതി എന്ന് പറയാം. സ്തുതി. യഹൂദാഗോത്രത്തിന്റെ സിംഹമായിരിക്കുന്ന യേശു നിന്നിൽ നിന്ന് ഒന്ന് ഗർജിക്കുവാൻ തുടങ്ങിയാൽ, ഒന്ന് സ്തുതിക്കുവാൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന മല്ലന്മാരെ തകർത്ത് നിന്റെ വാഗ്ദത്തത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ. യഹൂദ എഴുന്നേൽക്കട്ടെ. സ്തുതി നിന്നിൽ നിന്ന് ഒന്ന് ഉയരട്ടെ. സ്തുതി നിന്നിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. പരാതിപ്പെടുകയും ഇല്ലായ്മ പറയുകയും അല്ല. ദൈവത്തെ നാം സ്തുതിക്കുമ്പോൾ, നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, നമ്മുടെ സാഹചര്യങ്ങളുടെയും വിഷയങ്ങളുടെയും മധ്യത്തിൽ നാം ദൈവത്തെ ആ കരമടിച്ച് നാം ദൈവത്തെ ഒന്ന് സ്തുതിക്കുമ്പോൾ, നാം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുമ്പോൾ, നാം ദൈവത്തെ ഒന്ന് ആർക്കുമ്പോൾ, നാം യഹൂദയെ ഒന്ന് തുറന്നു വിടുമ്പോൾ, ഹല്ലേലൂയ, എന്താ സംഭവിക്കുന്നത്? അവിടെ ദൈവത്തിന്റെ ജയം സംഭവിക്കുക. ഹല്ലേലൂയ. തുടർന്ന് വായിക്കാം. അപ്പോൾ യഹൂദയുടെ കൂടെ ശിമിയോനും കൂടെ പോകുകയാണ്. ശിമിയോൻ അവനോടുകൂടെ പോയി. അങ്ങനെ യഹൂദ പുറപ്പെട്ടു. യഹോവ കനാന്യരെയും പെരിസ്യരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ബേസെക്കിൽ വെച്ച് അവരിൽ 10,000 പേരെ സംഹരിച്ചു. വലിയ ഒരു ജയം സംഭവിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അനേക മല്ലന്മാരെ, അനേക ദേശക്കാരെ അവർ പിടിച്ചടക്കുകയാണ്. വാഗ്ദത്ത ദേശത്തെ അവർ സ്വന്തമാക്കുക. 10,000 ആൾക്കാരെ അവർ തോൽപ്പിച്ച് അതിന്മേൽ ജയമെടുക്കുകയാണ്. ആ കരമുയർത്തുന്ന പറയാം, യഹൂദ പുറപ്പെടട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ നെടുവീർപ്പുകളല്ല, നമ്മുടെ പരാതികളെക്കാൾ അപ്പുറമായി, നമ്മുടെ ഇല്ലായ്മയേക്കാൾ അപ്പുറമായി, ഹല്ലേലൂയ, കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുന്നു. യഹൂദയെ തുറന്നു വിടുക. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അവർ ബേസെക്കിലെത്തി. അവർ ബേസെക്കിൽ വെച്ച് അവരിൽ 10,000 പേരെ സംഹരിച്ചു. ബേസെക്കിൽ വെച്ച് അവർ അദോനി ബേസെക്കിനെ കണ്ടു. അവർ അദോനി ബേസെക്കിനെ അടക്കി വാഴുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അവന്റെ പേരായിരുന്നു അദോനി ബേസെക്ക്. സ്തോത്രം. ബേസെക്കിന്റെ പേരിന്റെ അർത്ഥം സ്തോത്രം. ബേസെക്കിന്റെ പേരിന്റെ അർത്ഥം, യൂദയുടെ അർത്ഥം സ്തുതി എന്ന് പറയുന്ന പോലെ ബേസെക്കിന്റെ അർത്ഥമാണ് സ്പീഡ് എന്ന് പറഞ്ഞേ. സ്പീഡ്, വേഗത, മിന്നൽ വേഗതയോട് പോകുന്ന ഒരു പേരാണ് അതിന്. എല്ലാ പേരിൻ്റെ പുറയിലും ഒരർത്ഥമുണ്ട്. ഒരു സ്ഥലത്തിനൊരു പേരിടുമ്പോൾ ദൈവത്തിൻ്റെ ബിബ്ലിക്കൽ ആ നിയമപ്രകാരം എല്ലാ പേരിൻ്റെ പിന്നിലും ഒരർത്ഥമുണ്ട്. ആ പേര് ആ അർത്ഥത്തെ സൂചിപ്പിക്കുന്നു. ആ അർത്ഥമാണ് അവിടെ സംഭവിക്കേണ്ട യാഥാർത്ഥ്യം. നായൻ, മനോഹരമായ പട്ടണം. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ നായനെ വിരൂപമാക്കുന്ന അതിൻ്റെ ആ പരിചയത്തെ മാറ്റിക്കളയുന്ന ഒരു പൈശാചിക മണ്ഡലം വ്യാപരിക്കുന്നു. സ്തോത്രം. സീസൺ ചേഞ്ചിൽ എന്താ സംഭവിക്കുന്നത്? സകലത്തെയും ദൈവം യഥാസ്ഥാനപ്പെടും. ബേസെക്കിന്റെ പേരിന്റെ അർത്ഥം എന്താണ്? ബേസെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡാണ് എന്ന് പറഞ്ഞേ. സ്പീഡ്. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിലെ സ്പീഡ് ദൈവം വർദ്ധിക്കുക. അവിടെയും ഇവിടെയൊക്കെ ഒത്തിരി നമ്മൾ ലേറ്റായി, ഒത്തിരി നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഡിലേ ആയി അല്ലേ? സമയത്ത് ഒരു കാര്യം ചെയ്തു തീർക്കുവാൻ കഴിയാതെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അവിടെയും ഇവിടെയും ഒക്കെ തടസ്സപ്പെട്ടു പോയിരിക്കുകയാണ് അല്ലേ? നമ്മൾ 2 മാസം മുമ്പേ തീർക്കാനുള്ളത് 6 മാസം കഴിഞ്ഞിട്ടും തീർന്നിട്ടില്ല. ഹല്ലേലൂയ. നമ്മളൊരു പ്ലാൻ ഇടുന്നു, ഒരു പദ്ധതി ഇടുന്നു, ഈ ഒരു സമയത്ത് നമുക്കത് തീർക്കണം. പക്ഷെ അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിയുന്നു. എന്താ? ദാറ്റ്സ് കോൾഡ് കാലതാമസം എന്ന് പറഞ്ഞ കാലതാമസങ്ങൾ. നമ്മുടെ ജീവിതത്തിലുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ മക്കളോടുള്ള, ശുശ്രൂഷകളോടുള്ള കാലതാമസങ്ങൾ. That's called the yoke of delay. കാലതാമസം എന്ന് പറഞ്ഞ കാലതാമസങ്ങൾ. ഇന്ന് പകൽക്കാലം ആ കാലതാമസങ്ങളെ ദൈവം കട്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ബേസെക്കിന്റെ അനുഭവത്തെ ദൈവജനങ്ങളിലേക്ക് ദൈവം കൊണ്ടുവരിക. ഹല്ലേലൂയ. വ്യക്തിപരമായി, കുടുംബത്തിൽ, ശുശ്രൂഷകളോട് ബന്ധത്തിൽ. ഹല്ലേലൂയ. ബേസെക്കിന്റെ അനുഭവം എന്താണ്? വേഗം എന്ന് പറഞ്ഞ വേഗത.
ദൈവത്തിന്റെ ഒരു സ്പീഡ്, വേഗത, ആക്സിലറേഷൻ. ഹല്ലേലൂയ. പെട്ടെന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ ചെയ്തെടുക്കുന്ന, പെട്ടെന്നുള്ള ദൈവത്തിന്റെ പ്രവൃത്തികൾ, ഒരു വേഗത. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ ഉപവാസപ്രാർത്ഥനയിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ വേഗതയെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുകയാണ്. ആ സ്പീഡ് തിരിച്ചു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 6 മാസം കൊണ്ട് ചെയ്തിട്ട് 2 വർഷമായിട്ട് തീർന്നിട്ടില്ല. പക്ഷെ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുക, ഒരു സീസണെ ഷിഫ്റ്റ് ചെയ്യാൻ പോവുക. നീ 6 മാസം കൊണ്ട് ചെയ്യുന്നത്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം അതിനെ ഷിഫ്റ്റ് ചെയ്ത് 6 മാസം കൊണ്ട് ചെയ്തതിനെ നീ 3 മാസം കൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. ക്ഷാമകാലത്തും നിന്നെ ക്ഷേമത്തോട് നടത്തുവാൻ കഴിയുന്ന ഇസഹാക്ക് ക്ഷാമകാലത്ത് വിതച്ചു. ഹല്ലേലൂയ. ക്ഷാമകാലത്ത് വിതച്ചാൽ സ്തോത്രം, ഹല്ലേലൂയ, എല്ലാം ലോസ്. പക്ഷെ ദൈവം സീസണെ ഇസഹാക്കിന് വേണ്ടി ചേഞ്ച് ചെയ്തു. ഹല്ലേലൂയ. നീ ക്ഷാമകാലത്ത് വിതച്ചാലും നിന്നെ 100 രൂപയെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ദൈവപ്രവർത്തി, സീസൺ ചേഞ്ച്. ഇന്ന് ഒരു ബെസേക്ക് സംസാരിക്കുവാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ കാലതാമസങ്ങൾ വന്ന് നിങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുവാണെങ്കിൽ, ഹല്ലേലൂയ, ഐ ഡിക്ലെയർ സീസൺ ബെസേക്ക് എന്ന് പറഞ്ഞാൽ മിന്നൽ, സാധാരണ സ്പീഡല്ല, മിന്നൽ വേഗത, പെട്ടെന്ന് 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 ഉദ്ദേശിക്കുന്ന സമയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറിയ യേശുവിനോട് പറയാ, മക്കളെ, കാനാനിലെ കല്യാണത്തിൽ വീഞ്ഞു തീർന്നു പോയി. ഹല്ലേലൂയ, സ്തോത്രം. യേശു പറയാ, അമ്മേ, എന്റെ അമ്മയല്ല സ്ത്രീയെ, എന്ത്, എന്റെ സമയം ആയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം അത് ഒരു സമയം ആയിരുന്നില്ല ദൈവപ്രവൃത്തിക്ക് വേണ്ടി. പക്ഷെ ഒരു അമ്മയുടെ വിശ്വാസം, സ്തോത്രം. അവിടെയുള്ള വേലക്കാരോട് പറയുക, എന്ത് അവൻ പറയുന്നു അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുക. സമയമായിട്ടില്ല എന്ന് പറഞ്ഞ, സ്തോത്രം, ഹല്ലേലൂയ, യേശുവിനോട് അതുകൊണ്ട് നിരുത്സാഹപ്പെടാതെ, വിഷമിച്ചു പോകാതെ, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ ഒരു അത്ഭുതത്തെ, സമയത്തിന് മുമ്പേ ഒരു അത്ഭുതത്തെ സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷത്തെ, ഹല്ലേലൂയ, ഒരു ബെസേക്കിനെ ക്രിയേറ്റ് ചെയ്യുക. ഹല്ലേലൂയ. വെള്ളത്തെ വീഞ്ഞാക്കി യേശുവിന്റെ ആദ്യത്തെ മഹത്വത്തെ കൊണ്ടുവന്ന, ആദ്യത്തെ ദൈവപ്രവൃത്തിയെ കൊണ്ടുവന്ന ഒരു അമ്മയുടെ വിശ്വാസം. ഹല്ലേലൂയ. ഒരു ബേസിക് സമയത്തിന്റെ മുമ്പേ ദൈവത്തിന്റെ പ്രവൃത്തികൾ. A miracle before time എന്ന് പറയാം. A miracle before time. ഒരു ദൈവിക വേഗതയുടെ ഒരു സ്പീഡിലേക്ക് ദൈവം സകലത്തെ കൊണ്ടുവരുന്ന ഒരു സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ബെസേക്കിൽ എന്താ സംഭവിച്ചത്? അവിടെ അദോനി ബെസേക്ക് എന്ന് പറഞ്ഞ ഒരു രാജാവാണ് വാഴ്ച നടത്തുന്നത്. നമുക്കൊന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. യെസ്. ബേസേക്കിൽ വെച്ച് അവൻ അദോനി ബേസേക്കിനെ കണ്ടു. അവനോട് യുദ്ധം ചെയ്ത് കനാന്യരെയും പെരിസ്യരെയും സംഹരിച്ചു. എന്നാൽ അദോനി ബേസേക്ക് ഓടിപ്പോയി. അദോനി ബേസേക്കാണ് വാഴ്ച നടക്കുന്നത്. കനാന്യരെയും പെരിസ്യരെയും അതിന്റെ മേലൊക്കെ വാഴ്ച നടത്തി ഒരു മഹാപ്രഭുവായി, മഹാരാജാവായി താൻ വാഴ്ച നടത്തുക. സ്തോത്രം. പക്ഷേ അന്ന് ദൈവത്തിന്റെ ജനം എഴുന്നേറ്റു, അവർ ആർപ്പെട്ടു, യഹൂദയെ പുറപ്പെടുവിച്ചു. അവർ, സ്തോത്രം, ദൈവത്തിന്റെ മഹത്വം തിരികെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. സിറ്റുവേഷൻ ചേഞ്ച് ആകുകയാണ്, സാഹചര്യങ്ങൾ മാറുകയാണ്, സീസണുകൾ മാറുകയാണ്, മെഗാ ചേഞ്ച് സംഭവിക്കുകയാണ്. അദോനി ബെസേക്കിന്റെ വാഴ്ച അവസാനിക്കുകയാണ്. എന്താണ് ഈ ക്രൂരനായ അദോനി ബെസേക്ക് ചെയ്തുകൊണ്ടിരുന്നത്? വായിക്കാം, തുടർന്ന് വായിക്കാം. യെസ്. എന്നാൽ അദോനി ബേസേക്ക് ഓടിപ്പോയി. അവർ അവനെ പിന്തുടർന്ന് പിടിച്ച് അവന്റെ കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു. അദോനി ബെസേക്ക് എന്ന് പറഞ്ഞ രാജാവിന്റെ പെരുവിരൽ, കൈയും കാലിന്റെയും പെരുവിരല് മുറിച്ചു കളഞ്ഞു. യെസ്. കാരണം എന്താണ് ഹല്ലേലൂയ അങ്ങനെ ചെയ്യാൻ കാരണം? കൈകാലുകളുടെ പെരുവിരൽ മുറിച്ച 70 രാജാക്കന്മാർ എന്റെ മേശയിൽ കീഴിൽ നിന്ന് പെറുക്കി തിന്നിരുന്നു. സ്തോത്രം. ചരിത്രം അതാണ്. അദോനി ബെസേക്ക് സ്പീഡും വേഗതയും വെളിപ്പെടേണ്ട ആ സാഹചര്യത്തിൽ, ആ സ്ഥലത്ത് ഇതാ ക്രൂരനായ ഒരു അദോനി ബെസേക്ക് എല്ലാവരുടെയും സ്പീഡ് കട്ട് ചെയ്യുകയാണ്, പെരുവിരൽ കട്ട് ചെയ്യുകയാണ്. 70 സാധാരണ ആൾക്കാർ 70 രാജാക്കന്മാരുടെ സ്പീഡ് കട്ട് ചെയ്ത് വെറും മൃഗങ്ങളെ പോലെ, നായ്ക്കളെ പോലെ തന്റെ മേശയ്ക്ക് ചുറ്റും സ്പീഡ് കട്ട് ചെയ്തവരായി, ഒരു പക്ഷിയുടെ ചിറകുകൾ കട്ട് ചെയ്തവരായി, കാലതാമസങ്ങൾ തളർന്നു പോകുന്ന, സ്പീഡ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ക്രൂരമായ അദോനി ബെസേക്കിന്റെ, ആത്മീയമായി പറഞ്ഞാൽ ഒരു പൈശാചിക, ഒരു പ്രഭുവിന്റെ ആധിപത്യത്തിൽ, അടിമത്വത്തിൽ, നുകത്തിൻ കീഴിലായിരിക്കുന്ന ഒരു ജനം. ഹല്ലേലൂയ.
പക്ഷെ സീസൺ മാറുകയാണ്. ഹല്ലേലൂയ. ആരാണോ പെരുവിരൽ കട്ട് ചെയ്ത് അവന്റെ പെരുവിരൽ കട്ട് ചെയ്യുന്ന ഒരു സീസണിലേക്ക് ദൈവജനം വന്നു. ഇത് ആരോടൊക്കെയോ ഞാൻ പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് വരെ നിങ്ങൾ ചെയ്ത ബിസിനസ് സമയം തീർന്നിട്ടില്ല, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ മുമ്പോട്ട് പോയിട്ടില്ല. എല്ലാം താമസം, തടസ്സം, പരാജയം, തടസ്സം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ ബെസ്സേക്ക്, ദൈവത്തിന്റെ പുതിയ ഒരു സീസൺ, ദൈവത്തിന്റെ ഒരു പുതിയ കാലം. ഹല്ലേലൂയ. നിങ്ങൾ തുടർന്നത് അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നിങ്ങളുടെ കൈകളിലൂടെ ദൈവത്തിന്റെ പ്രവർത്തികൾ നടക്കുന്ന ദൈവത്തിന്റെ മിന്നൽ വേഗതയോടെ ഹല്ലേലൂയ ഇത് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ക്രൂരമായി ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ജനത്തെ പീഡിപ്പിക്കുന്ന, തടസ്സപ്പെടുത്തുന്ന അഡോനിബസിന് മേൽ ദൈവത്തിന്റെ ആ ന്യായവിധി വരിക. നമുക്ക് അല്പസമയം ആ കരങ്ങളെ ഒന്ന് തട്ടി ഹല്ലേലൂയ. അതെ ഒരു സീസൺ ചേഞ്ചിലേക്ക് ഹല്ലേലൂയ. എബ്രഹാമായി മാറിയതുപോലെ, യാക്കോബ് ഈസായായി മാറിയതുപോലെ, ശിമോൻ പത്രോസായി മാറിയതുപോലെ, ഹല്ലേലൂയ ബെനോനി ബെഞ്ചമിനായി മാറിയതുപോലെ, അല്പസമയം ആ കരങ്ങൾ അടിച്ച് നമുക്കത് സ്വീകരിക്കാം.